സൺ സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദയപ്പ് ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടറി ആർട്ട് കോളേജ് ചാലക്കുടിയിലാണ്. ഇവിടെ വന്നപ്പോൾ സ്റ്റുഡൻസിനൊക്കെ പരിചയപ്പെട്ടു, എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കളറാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ എത്ര തവണ കണ്ടാലും മടുക്കാതെ വീണ്ടും വീണ്ടും കാണുന്നൊരു സിനിമയാണ് ദിലീപിൻ്റെ കല്യാണരാമൻ. അപ്പോൾ ആ ഒരു സിനിമയിലെ ദിലീപിൻ്റെ ഒരു കിടിലൻ കോമഡി ഡയലോഗ് ഉണ്ട്. അതാണ് നമ്മളിന്ന് സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നമുക്ക് പോയി നോക്കിയാലോ. SH കോളേജിലത്തെ സുന്ദരികൾക്ക് ഇത്ര പവർ പോരാന്നാ തോന്നുന്നേ. ഒന്ന് പവറാക്കൂ ഗൈസ്. ആദ്യം ആരാണ് വരുന്നത്? ഓക്കെ, അനുഷ. എവിടെ സ്ഥലം? എന്റെ വീട് ശരിക്കും കണ്ണൂരാണ്. ഇവിടെ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഇവിടെ ഹിസ്റ്ററി. ഓക്കെ, ഞാനൊരു സ്റ്റാർട്ടിങ് തരാം. കല്യാണം മൊത്തത്തിൽ കരാറെടുത്തിരിക്കുകയാണോ? അതെ. ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. പന്തല് കസേര മേച്ച, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇലുമിനേഷൻ കഴിഞ്ഞിട്ട് വിത്ത് അലങ്കാരപ്പണികൾ, 18 കൂട്ടം കറികളും, വിത്ത് ജനറേറ്റർ. ആകെ ഉൾട്ടായാലോ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും. എന്താ സംശയം? പന്തല് കസേര മേശ, അലങ്കാരപ്പണികൾ, ലൈറ്റ്, ഇലുമിനേഷൻ, ലൈറ്റ് വിത്ത് ജനറേറ്റർ, കൂടെ 18 കൂട്ടം കറികളും. ഇത് ശരിക്കും മറ്റേ പാത്രങ്ങളൊക്കെ വിൽക്കാൻ പോകുന്ന ആൾക്കാരെ പോലെ ചെമ്പ് വാർപ്പ് ഉരുളി പാത്രങ്ങളും മറ്റു പാത്രങ്ങളും, 18 കൂട്ടം കറികളും, 2 പായസവും, അലങ്കാരപ്പണികളും. പായസത്തിന്റെ കൂടെ എന്തായാലും പായസം കഴിക്കുന്നത് അലങ്കാരത്തിലിരുന്നാണല്ലോ. അലങ്കാരം കഴിഞ്ഞ സദ്യയും ആഞ്ജനേയ സ്വാമി. കല്യാണത്തിന് ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകളും, പിന്നെ തന്റെ തമ്പിസാർ പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം ഗംഭീരമായിരിക്കും. മനസ്സിലായോ? ഞാൻ പറയിപ്പിക്കുന്നതിന് എന്നെ വിളിച്ചാലല്ലോ. ഞാൻ പിടിച്ചോളാം. എന്താ സംശയം? ഞാൻ പറയട്ടെ, ഞാൻ ഡയലോഗ് പറയണ്ടേ? എന്നാലേ. എന്താ കല്യാണം മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്തിരിക്കണോ? എന്താ സംശയം? പന്തൽ കസേര മേശ, ഇലുമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്. അതിന്റെ ഇടയിൽ ഒരെണ്ണം മിസ്സായിട്ടോ. ഒന്നും കൂടി. എന്താ സംശയം? പന്തല് കസേര, ജനറേറ്റർ. എന്റെ പൊന്നോ, എപ്പോഴിങ്ങനെ എന്നെ കണ്ട ആരാ എന്താ എവിടെ എന്നൊക്കെ ചോദിക്കും. എന്താ സംശയം? പന്തല് ലൈറ്റ്, പന്തല് കസേര മേശ, ലൈറ്റ്. എത്ര ലൈറ്റ് ഉണ്ട്? 2 ലൈറ്റോ? പന്തല് കസേര മേശ, അലങ്കാര പണികൾ, പിന്നെ ഇലുമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വിത്ത് ജനറേറ്റർ. പിന്നെന്തായിരുന്നു? എന്നോട് ചോദിക്കണേ, ഞാനേ ചോദിക്കണേ. ചെമ്പ് വാർപ്പ് മേശ അല്ല ഇല്ല, വീണ്ടും ചെമ്പ് വാർപ്പ് സാധനത്തിന് ചെമ്പ് വാർപ്പ് ഉരുളി, 18 തരം കറികൾ. ഉരുളിയിലല്ല കറി വെക്കണേ. ഉരുളി കഴിഞ്ഞിട്ട് ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് നടക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. എന്താ സംശയം? പന്തല് കസേര മേശ, അലങ്കാര പണികൾ, പിന്നെ ഇലുമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വിത്ത് ജനറേറ്റർ, പിന്നെ ചെമ്പ് വാർപ്പ്, പിന്നെ മറ്റു പാത്രങ്ങളും, പിന്നെ 18 കൂട്ടം കറികളും, 18 കൂട്ടം കറികളും, 2 കൂട്ടം സാമ്പാർ. കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ശരിയാ, ഒരു കഷ്ണം കണ്ടാ. പിന്നെ തെക്കേടത്ത്
തെക്കേടത്ത് ആരുടെ തെക്കേടുത്ത ആരുടെ? തെക്കേടത്ത് മറ്റേ എന്താ പറഞ്ഞ പേര് ദുരാഹരിയായ ദുര്യോധനൻ. തെക്കേടത്തെ ട്രാവൽസിൽ നിന്ന് 7ഓളം കാറുകളാണ് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇറക്കിയേക്കണത്. പിന്നെ ആള് തൃശ്ശൂരാണോ? അല്ലല്ല, ഇവിടെ തന്നെയാണ്, അങ്കമാലി ആ ഭാഗത്താണ്. നല്ല തൃശ്ശൂർ ഭാഷയിൽ കേട്ടാ. പിന്നെ നിന്റെ തന്ത, ഐ മീൻ യുവർ ഫാദർ, തമ്പി സാർ, ഈ കല്യാണം ഗംഭീരമായിട്ട് നടത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോടോ? മനസ്സിലായി മനസ്സിലായി. പേര് എമിൽ റോസ്. ഓക്കെ. സ്ഥലം ചാലക്കുടി. എന്താ കല്യാണം മൊത്തത്തിൽ കരാറെടുത്തിരിക്കണോ? എന്താ സംശയം? പന്തല് കസേര മേശ അലങ്കാര പണികൾ ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ് വാർപ്പുരുളി മറ്റ് പാത്രങ്ങൾ ഉൾപ്പെടെ 18 കൂട്ടം കറികളും 2 കൂട്ടം പായസവും അടങ്ങുന്ന ഗംഭീര സദ്യയും, തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് ഓടാൻ തയ്യാറായിരിക്കുന്ന 7ഓളം കാറുകളും, പിന്നെ തന്നെ തന്ത, ഐ മീൻ യുവർ ഫാദർ ജി, ഈ കല്യാണം ഗംഭീരമായി നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോടോ? ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താ പേര്? എന്റെ പേര് ദീപിക മേനോൻ. എവിടുന്നാ വരുന്നേ? ഞാൻ ചാലക്കുടി തന്നെയാണ്. ഓക്കെ. എന്താ കല്യാണം മൊത്തത്തിൽ കരാറെടുത്തിരിക്കണോ? എന്താ സംശയം? പന്തല് കസേര മേശ അലങ്കാര പണികൾ ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെ ലൈറ്റ് ആൻഡ് പോയി. ഓക്കെ. പന്തല് കസേര മേശ അലങ്കാര പണികൾ ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ഉരുളി വാർപ്പ് ചെമ്പ് വാർപ്പ് ചെറിയൊരു വ്യത്യാസം. ചെമ്പ് വാർപ്പ് ഉരുളി മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 കൂട്ടം പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും, തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറാക്കിയ 7ഓളം കാറുകൾ, പിന്നെ തന്റെ തന്ത, ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം ഗംഭീരമാക്കാനാണ്. മനസ്സിലായോടോ? മനസ്സിലായി. അടിപൊളി അടിപൊളി. ശരി സാർ. ഹായ്. ഹലോ. എന്താ പേര്? ഏഞ്ചൽ. എവിടുന്നാ വരുന്നേ? ചാലക്കുടിയാണ്. എന്താ ഈ കല്യാണം മൊത്തത്തിൽ കരാറെടുത്തിരിക്കണോ? എന്താ സംശയം? മേശ അല്ല, സോറി, പന്തൽ അങ്ങനല്ലേ? എന്താ സംശയം? പന്തല് മേശ കസേര അലങ്കാര പണികൾ ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ് വാർപ്പുരുളി മറ്റു പാത്രങ്ങളും 18 കൂട്ടം കറികളും അടങ്ങുന്ന ഗംഭീര സദ്യയും 2 പായസം. 2 പായസം പോയിട്ടോ? പായസം ഫ്രീ. പായസം എങ്ങോട്ട് പോയി? പായസം അവസാനല്ലേ വരണല്ലേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. പന്തല് മേശ വാർപ്പുരുളിയോ? അതൊക്കെ ഇതിൽ ഭാഗമാണല്ലോ. ഈ വാർപ്പുരുളി എന്താ? വാർപ്പ് ആൻഡ് ഉരുളി. വാർക്കാച്ച വീടൊക്കെ ഇങ്ങനെ എനിക്കറിയില്ല. അതാണോ? അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി മാത്രം ഓടാൻ മാത്രം എഴുതിയതാണ്. കുഴപ്പമില്ല, വേറെ കല്യാണം ഇല്ലല്ലോ. പിന്നെ തന്റെ തന്ത, ഐ മീൻ യുവർ ഡാഡി. വിളിക്കാണല്ലോ ദൈവമേ എല്ലാരും. ആ തന്താന്ന് കേൾക്കുമ്പോ ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ മാറ്റാം. ഐ മീൻ യുവർ ഡാഡി തമ്പി സാർ. ഓക്കെ. ഇംഗ്ലീഷ് മനസ്സിലായോടോ? മനസ്സിലായി. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. തുടങ്ങിയാലോ? എന്താ സംശയം? പന്തല് കസേര മേശ ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, പിന്നെ ചെമ്പ് വാർപ്പ് ഉരുളി മറ്റു പാത്രങ്ങളും 18 തരം കറികളും 2 തരം പായസവും അടങ്ങുന്ന നല്ല ഗംഭീരം സദ്യയും, പിന്നെ തെക്കേടത്ത് ട്രാവൽസ് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ വേണ്ടി തയ്യാറായി. തെക്കേടത്ത് ട്രാവൽസിൽ നിന്നും ഈ കല്യാണത്തിനായി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ, പിന്നെ നിന്റെ തന്ത. ഒരാള് മാത്രം എന്നെ നോക്കാതെ തന്താന്ന് വിളിച്ച്. സാധാരണ എല്ലാരും ഇന്റെ മുഖത്ത് നോക്കിട്ട് തന്ത വിളിച്ചു. താങ്ക് യു സോ മച്ച്. നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി. മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പിന്നെ നിന്റെ തന്ത, ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിട്ടുള്ളത് ഈ കല്യാണം എന്താ ഗംഭീരമാക്കി കൊടുക്കണം എന്നാണ്. മനസ്സിലായോടോ? അത് മനസ്സിലായി. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കാവ്യ ഫ്രം ചാലക്കുടി എന്നാണ് കാവ്യ വരുന്നത്. എന്താ
കല്യാണം മൊത്തം കരാറെടുത്തിരിക്കണോ? എന്താ സംശയം? പന്തല് കസേര മേശ അലങ്കാര പണികൾ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ഇരിക്കട്ടൊരു വെയിറ്റിന്. ചെമ്പ് വാർപ്പ് മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 കൂട്ടം കറികളും 2 തരം പായസവും ഗംഭീര സദ്യയുമാണ്. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന 7ഓളം കാറുകളും നിന്റെ തന്ത അത് മാത്രം കറക്റ്റ് എല്ലാരും പറയുന്നുണ്ട്. ഭൂനന്ദ്രൻ അകത്തിരിപ്പുണ്ട്, പോയി കണ്ടോ. താൻ എന്തിനാ എന്നെ തല്ലിയത്? നോ റീസൺ. I mean your തമ്പി സാർ ഈ കല്യാണം ഗംഭീരമാക്കണമെന്നാണ്. എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ. എടോ കൺമണി എവിടെയുണ്ടെന്ന്? വിഷമം കൊണ്ടാ? ചെമ്പ് വാർപ്പ് മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 കൂട്ടം കറികളും 2 തരം പായസവും ഉൾപ്പെടെ ഗംഭീരമായ സദ്യ തെക്കേടത്ത് ട്രാവൽസിൽ നിന്നും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന 7ഓളം കാറുകളും നിന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ ഈ കല്യാണം ഗംഭീരമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോടാ? ആയോ, മനസ്സിലായി. അതായത് ഉത്തമ മനസ്സിലായി. പേരെന്താ? ദേവിക. എവിടെന്നാ വരുന്നേ? കൊരട്ടി. ഓക്കെ. ഈ കല്യാണം എന്താ കരാറെടുത്തിരിക്കണോ? എന്താ സംശയം? പന്തല് കസേര മേശ അലങ്കാര പണികൾ ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, പിന്നെ തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി മാത്രം ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകളും പിന്നെ തന്നെ ടെൻഷനാണല്ലോ. അയ്യോ പിന്നെ തന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം ഗംഭീരമാക്കി കൊടുക്കണമെന്ന് എന്നാണ്. മനസ്സിലായോടോ? ഓക്കെ. എന്താ പേര്? ഏഞ്ചൽ. ഏഞ്ചൽ. എവിടെന്നാ വരുന്നേ? ഞാൻ വീട്ടിക്കുഴി ചാലക്കുടി തന്നെ. കല്യാണം മൊത്തം കരാറെടുത്തിരിക്കണോ? എന്താ സംശയം? പന്തല് കസേര മേശ അലങ്കാരം കോണി ചേറ്. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. എന്താ സംശയം? പന്തല് കസേര മേശ അലങ്കാര പണികള് ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ ചെമ്പ് വാർപ്പ് ഉരുളി മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം. പറഞ്ഞു കൊടുക്കേ. ജയിച്ചു പൊക്കോട്ടെ പ്ലീസ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. 18 തരം കറികളും 2 കൂട്ടം പായസവും ഉൾപ്പെടെ ഗംഭീര സദ്യയും തെക്കേടത്ത് ട്രാവൽസിൽ നിന്നും ഈ കല്യാണത്തിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. തന്റെ തന്ത മീൻസ് അല്ലല്ല ദാറ്റ് മീൻസ് യുവർ ഫാദർ തമ്പി സാർ ഈ കല്യാണം ഗംഭീരമായി നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ ആ ഒരു ടോണാണല്ലോ. എന്താ ചെയ്യാ, ഇങ്ങനെയായി പോയി ഞാൻ ജനിച്ചപ്പോഴെങ്ങനെയാ. പേരെന്താ? ആഷ്നാഷിക്ക്. എവിടുന്നാ വരുന്നേ? കൊമ്പിടിഞ്ഞാമാക്കൽ. എന്താ ഈ കല്യാണം കരാറെടുത്തിരിക്കുകയാണോ? എന്താ സംശയം? പന്തൽ കസേര മേശ അലങ്കാരപ്പണികൾ ചെമ്പ് വാർപ്പ് ഉരുളി മറ്റ് പാത്രങ്ങളും 18 തരം കറികളും 18 തരം കറികളും ഞാൻ പറയാം 18 തരം കറികളും 2 പായസം ഉൾപ്പെടുന്ന ഗംഭീര സദ്യ. തെക്കേടത്ത് ട്രാവൽസിൽ നിന്നും ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സർ ഈ കല്യാണം ഗംഭീരമാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോടോ? എന്തല്ലേ? പേരെന്താ? അഞ്ജലി. സ്ഥലം? ചാലക്കുടി. കല്യാണം എന്താ കരാറെടുത്തിരിക്കുകയാണോ? എന്താ സംശയം? പന്തലും കസാരയും ബാക്കി എന്താ സംശയം? പന്തലും കസാരയും അലങ്കാരപ്പണികളും. കല്യാണ പെണ്ണ് താനാണെന്നുള്ള പോലെ ഇപ്പൊ പറയുന്നത്.
ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. കല്യാണപ്പെണ്ണ് താനാണെന്നുള്ള പോലെ ഇപ്പൊ പറയണേ. എന്റെ കല്യാണത്തിന് പന്തല് വേണം, എന്റെ കല്യാണത്തിന് കസാര വേണം, നല്ല അലങ്കാരപ്പണികൾ വേണം. അച്ഛാ എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ആള് അലങ്കാരപ്പണികളും ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ ചേമ്പാ ഞാൻ കണ്ട് കിണ്ടി പാത്രങ്ങളും നോ ഓക്കെ. മറ്റു പാത്രങ്ങളും 18 തരം കറികളും 2 പായസവും ഉൾപ്പെടുന്ന ഗംഭീര സദ്യ. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് കല്യാണത്തിന് ഓടാനായി റെഡി ആയി നിൽക്കുന്ന 7ഓളം കാറുകളും പിന്നെ നിന്റെ തന്ത ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിട്ടുള്ളത് കല്യാണം ഗംഭീരമാക്കണമെന്നാണ്. മനസ്സിലായോളൂ? എങ്ങനെയുണ്ട്? എന്താ പേര്? ആൻലിയ. എവിടുന്ന് വരുന്നത്? കനകമല. എന്താ കല്യാണം മൊത്തം കരാറിൽ എടുത്തിരിക്കുകയാണോ? എന്താ സംശയം? പന്തല്, കസേര, മേശ, അലങ്കാരപ്പണികൾ, ഇലുമിനേഷൻസ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ജനറേഷൻ, 18 കൂട്ടം കറികൾ, സാമ്പാർ. എനിക്ക് തെറ്റി പറ്റിയായിരുന്നു. കണ്ട് മയങ്കാതെ പെൺകൾ ഉണ്ടോ? തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകളും പിന്നെ തന്റെ തണ്ട என்னடா இப்படி சிரிப்பு? என்னடா முழிக்கிறேன்? ஏன்டா காட்டு போத்தி விளையாடுற? ഐ മീൻ യുവർ ഫാദർ തമ്പിസ്റ്റാർ പറഞ്ഞു ഈ കല്യാണം മൊത്തത്തിൽ ഗംഭീരമാക്കണമെന്ന്. മനസ്സിലായോടോ? മനസ്സിലായി. പേരെന്താ? ഷഹീന. എവിടുന്ന് വരുന്നത്? ചേറ്റുവ. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ മൊത്തം കരാർ എടുത്തിരിക്കണോ? എന്താ സംശയം? കസേര, പന്തല്, അയ്യോ കസേര മേശ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ കല്യാണം മൊത്തം കരാർ എടുത്തിരിക്കണോ? എന്താ സംശയം? പന്തല്, മേശ, കസേര, അലങ്കാരപ്പണികള്, ഇലുമിനേഷൻ ലൈറ്റ്, ഇലുമിനേഷൻ സൗണ്ട് വിത്ത് ലൈറ്റ് വിത്ത് ജനറേറ്റർ. തെറ്റുന്നാലും വിത്ത് ലൈറ്റ് വിത്ത് ജനറേറ്റർ വിത്ത് ശരി. അത് വാക്കിലും അതരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി. ഇലുമിനേഷൻ ലൈറ്റ് വിത്ത് സൗണ്ട് മിണ്ടാടുക്കണോ? ഇലുമിനേഷൻ സൗണ്ട് വിത്ത് നീ പറയണ്ട. ഓക്കെ, ഞാൻ എളുപ്പപ്പെടുത്തില്ലേ? അങ്ങനെയല്ല. ഇലുമിനേഷൻ സൗണ്ട് വിത്ത് ലൈറ്റ് അല്ല, ഇലുമിനേഷൻ സൗണ്ട് ആൻഡ് ലൈറ്റ് വിത്ത് ജനറേറ്റർ. ഉരുളി, വാപ്പ ഒരു വാപ്പയാണ്. വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പയാവൂല. വാപ്പ ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റ് പാത്രങ്ങൾ, 18 കൂട്ടം അടങ്ങുന്ന 18 കൂട്ടം കറികളും 2 കൂട്ടം സാമ്പാറും അടങ്ങുന്ന ഗംഭീര സദ്യ. അയ്യോ, 2 കൂട്ടം സാമ്പാറായിരുന്നു. തെറ്റു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. 2 കൂട്ടം സാമ്പാറുകൾ അടങ്ങുന്ന ഞാനല്ല എന്നെ ആളെ തിരിച്ച് ആളെ സാമ്പാർ പറഞ്ഞേ. തെറ്റാൻ പാടില്ലല്ലോ, നീ ആങ്കറല്ലേ? ശരി, ഞാൻ പാടില്ലായിരുന്നത്. പാവോടാ, അവൻ ചോദിച്ചോട്ടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി പറയട്ടെ. ഫസ്റ്റ് ആയിക്കോട്ടെ. നീ പറഞ്ഞാലേക്ക് പറയാൻ പറ്റുള്ളൂ. ശരിയാണല്ലോ അല്ലെ? എന്താ കല്യാണം മൊത്തം കരാറെടുത്തിരിക്ക? എന്താ സംശയം? മേശ, കസേര, പന്തല്, അലങ്കാരപ്പണികള്, ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, കലം, ചെമ്പ് പാത്രം. നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റ് പാത്രങ്ങൾ, 18 കൂട്ടം കറികൾ, 2 കൂട്ടം പായസം അടങ്ങുന്ന ഗംഭീര സദ്യ. തെക്കേടത്ത് ട്രാവൽസിൽ നിന്നും മിണ്ടാടുക്കള. തെക്കേടത്ത് ട്രാവൽസിൽ നിന്നും ഈ കല്യാണത്തിന് മാത്രമായി ഓടാനിരിക്കുന്ന 18 കാറുകൾ,
പിന്നെ നിന്റെ തന്ത പിന്നെ നിന്റെ അല്ല ഞാൻ ഒരു കാര്യം കേട്ടെ, ഇത്ര നേരം ക്യാമറ നോക്കി, ആ തന്ത വരുമ്പോ മാത്രം എന്നെ നോക്കണല്ലോ. എല്ലാവരും നിന്നല്ലേ നോക്കിയത്. എനിക്കറിയാം നിനക്ക് ഞാനെന്താ ചെണ്ടേ. പിന്നെ നിന്റെ തന്ത, നിന്റെ ഡാഡി, ആളുടെ പേരെന്തായിരുന്നു? വിളിച്ചോ എന്ത് വിളിച്ചോ കുഴപ്പമില്ല. തമ്പി സാറ് പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം ഗംഭീരമാക്കണം. മനസ്സിലായോടോ? തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. അപ്പോ പേരെന്തായിരുന്നു? സിയ. സിയ. സ്ഥലം? പുതുക്കാട്. എന്താ കല്യാണത്തിന് കരാറെടുത്തിരിക്കണോ? സംശയമുണ്ടോ? അങ്ങനല്ലല്ലോ. ഞാൻ പിടിച്ചരാം. എന്താ സംശയം? പന്തല് കസേര, അലങ്കാര പണികൾ, ഇലുമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 കറികളും 2 തരം പായസവും ഉൾപ്പെടുന്ന ഗംഭീര സദ്യയും, പിന്നെ ഈ ഒരു കല്യാണത്തിന് വേണ്ടി മാത്രം ഓടാൻ തയ്യാറായി നിൽക്കുന്ന തെക്കേട് തറവാടിൽ തെക്കേട് ട്രാവൽസിൽ നിന്ന് ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഓടാൻ മാത്രം തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകളും. കല്യാണത്തിന് വേണ്ടി മാത്രം? അതെ, ഞങ്ങൾ വേറെ കല്യാണം നടക്കില്ല. പിന്നെ 7ഓളം കാറുകൾ, പിന്നെ തന്റെ തന്ത, ഐ മീൻ യുവർ ഫാദർ തമ്പി സർ പറഞ്ഞേക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കണം. മനസ്സിലായോടോ? മനസ്സിലായി. സുപ്രഭാത്. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ് അല്ല മുത്തച്ഛ, ഹിന്ദി. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ വിളിക്കട്ടെ? എമിൽ റോസ്. ഹായ് എമിൽ. ഹലോ. നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തരുന്ന ഒരു സമ്മാനം. അടുത്തതായിട്ട് ദീപിക മേനോൻ. ഹായ്. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ബാഗ് ബ്രാൻഡായിട്ടുള്ള ബുള്ളറ്റ് നൽകുന്ന ഒരു സമ്മാനം. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ നൽകുന്ന വേറൊരു സമ്മാനം. അടുത്തതായിട്ട് ഓജസ്വി. ഓർവ ആയുർവേദിക് പ്രൊഡക്ട്സ് നൽകുന്ന ഒരു സമ്മാനം. അതുപോലെ തന്നെ നമ്മളെ ഗ്ലോബൽ നൽകുന്ന മറ്റൊരു സമ്മാനം. അടുത്തതായിട്ട് സ്റ്റിയ. രുചിയേറും കൂട്ട് അവനയുടെ കൂട്ട്. അമ്മയുണ്ടാക്കുന്ന അതേ രുചിയിൽ അവന ഫുഡ് പ്രൊഡക്ട്സ് നൽകുന്ന ഒരു സമ്മാനം. അതുപോലെ തന്നെ നമ്മളെ ഗ്ലോബൽ നൽകുന്ന മറ്റൊരു സമ്മാനം. അടുത്തതായിട്ട് കാവ്യ. ഉയരങ്ങളിൽ പറക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഈഗിൾ സെറാമിക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ നൽകുന്ന വേറൊരു സമ്മാനം. ഓക്കെ. ആദ്യമായിട്ട് ധൈര്യത്തോടു കൂടി വന്ന് പെർഫോം ചെയ്ത അനുഷ. അക്ബർ ഗൾഫ് ട്രേഡിംഗ് കമ്പനി നൽകുന്ന ഒരു സമ്മാനം. ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് ഒക്കെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഗ്ലോബൽ നൽകുന്ന വേറൊരു സമ്മാനം. അഞ്ജലി. രുചിയും അനുഭൂതിയും ഒത്തൊരുമിച്ച സാഫ്സി സോഫ്റ്റ് ഡ്രിങ്ക്സ് നൽകുന്ന ഒരു സമ്മാനം. അതുപോലെ തന്നെ ഗ്ലോബൽ നൽകുന്ന മറ്റൊരു സമ്മാനം. അടുത്തതായിട്ട് ഷഹീന. മുടിയുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഗ്രൂമിലിക്സ് നൽകുന്ന വേറൊരു സമ്മാനം. അതുപോലെ തന്നെ ഗ്ലോബൽ നൽകുന്ന മറ്റൊരു സമ്മാനം. അടുത്തതായിട്ട് സിയ. നിങ്ങളുടെ പ്രിയപ്പെട്ട കോർണിക് സ്നാക്സ് ഇനി കൂടുതൽ ഹെൽത്തിയായി ആസ്വദിക്കാം. കോർണിക്സ് നൽകുന്ന ഒരു സമ്മാനം. അതുപോലെ തന്നെ ഗ്ലോബൽ നൽകുന്ന മറ്റൊരു സമ്മാനം. ദയപ്പ് ശരിയാക്കി തരാം. പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ്. അപ്പോൾ ഇന്നുണ്ടായിരുന്നു നമ്മൾ SH കോളേജിലായിരുന്നു. ഈ ഒരു കോളേജിലത്തെ പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.